ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ERP സോഫ്റ്റ്വെയർസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ERP സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 5 ERP സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 5 ERP സോഫ്റ്റ്വെയർസ് ആണ് സാപ്പ്, ഒറാക്കിൾ അപ്ലിക്കേഷൻസ്, പീപ്പിൾസോഫ്റ്റ്, ബാൻ ERP, വൺവേർഡ്. ഇനി നമുക്ക് ഓരോ ERP സോഫ്റ്റ്വെയർസും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്ന ഫസ്റ്റ് ERP സോഫ്റ്റ്വെയർ ആണ് സാപ്പ്. സാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സാപ്പ് AG ആണ്. 1972 ജർമ്മനിയിൽ 5 പ്രധാനപ്പെട്ട IBM എഞ്ചിനീയേഴ്സാണ് സാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇൻ 1999 സാപ്പ് AG ബിക്കം ദി തേർഡ് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻ ദി വേൾഡ്. 1999 ആയപ്പോഴേക്കും സാപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ സോഫ്റ്റ്വെയർ ആയിട്ട് എന്ത് ചെയ്തു മാറിക്കഴിഞ്ഞു. It is an integrated business application software in the manufacturing enterprises. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇൻ 1999 സാപ്പ് AG എക്സ്റ്റെൻഡഡ് ERP ഫങ്ഷൻസ്. 1999 സാപ്പ് AG എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ERP ഫങ്ഷൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തിട്ടുള്ള ERP ഫങ്ഷൻസ് ആണ് CRM, SCM, സെയിൽസ്ഫോഴ്സ് ഓട്ടോമേഷൻ, ഡാറ്റ വെയർഹൗസിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. SCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1999 സാപ്പ് AG എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാപ്പ് ഇൻ്റർനെറ്റ് അനേബിൾഡ് ERP സൊല്യൂഷൻസ് ആർ പ്രൊവൈഡഡ് ബൈ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ERP കാൾഡ് MySAP.com. അപ്പോൾ സാപ്പ് ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ERP സൊല്യൂഷൻസും കൂടെ അനേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ERPക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് MySAP.com എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സാപ്പിൽ പറയാനുള്ളത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഒറാക്കിൾ അപ്ലിക്കേഷൻസ്. ഒറാക്കിൾ അപ്ലിക്കേഷൻസ് 1977 USA ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി ബെസ്റ്റ് നോൺ ഫോർ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് അപ്ലിക്കേഷൻസ്. ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ റിലേറ്റഡ് അപ്ലിക്കേഷൻസ് ആയിട്ടാണ്. അതുപോലെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി ഇൻ ദി വേൾഡ് ആഫ്റ്റർ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയാണ് എന്ത് പറയുന്നത്? ഒറാക്കിൾ അപ്ലിക്കേഷൻസ്. നമുക്കറിയാം ആദ്യത്തെ കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. 2ാമത്തെ ഒറാക്കിൾ അപ്ലിക്കേഷൻസ് ആണ്. തേർഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച സാപ്പ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് Oracle's enterprise software application started to work with its database in 1987. അപ്പോൾ ഒറാക്കിൾ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ അതിൻ്റെ ഡാറ്റാബേസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1987. അതുപോലെ തന്നെ ഒറാക്കിൾ ERP സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഒറാക്കിൾ ആപ്ലിക്കേഷൻ എന്നും കൂടെ പറയാറുണ്ട്. ഇവിടെ 50 ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് 5 കാറ്റഗറി ആയിട്ടാണ് കിടക്കുന്നത്. ആ 5 കാറ്റഗറീസ് ആണ് ഫിനാൻസ്, അക്കൗണ്ട്സ് പേയബിൾ, ഹ്യൂമൻ റിസോഴ്സസ്, മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിന്, പ്രൊജക്റ്റ് ആൻഡ് ഫ്രണ്ട് ഓഫീസ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ERP ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 6 കാറ്റഗറി ആയിട്ട് കിടക്കുന്ന 50 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒറാക്കിൾ ഹാസ് അതർ സ്ട്രോങ് പ്രൊഡക്റ്റ് ഇൻ ദി സോഫ്റ്റ്വെയർ ഫീൽഡ്. ഒറാക്കിളിൽ കുറച്ച് സ്ട്രോങ് പ്രൊഡക്റ്റും കൂടെ ഉണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ. ആ പ്രൊഡക്റ്റുകളാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡാറ്റ വെയർഹൗസിംഗ്, വർക്ക് ഫ്ലോ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൂൾസ് ആൻഡ് കൺസൾട്ടിങ് സർവീസസ്. ഇതെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒറാക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് സ്ട്രോങ് പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഒറാക്കിൾ ഹാസ് ഇൻ്റഗ്രേറ്റഡ് ഇറ്റ്സ് ERP സൊല്യൂഷൻ വിത്ത് ദ ഇൻ്റർനെറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് സെവറൽ ആപ്ലിക്കേഷൻസ് ഇൻ ദി ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ബേസ്ഡ് കൊമേഴ്സ് ഏരിയാസ്. ഒറാക്കിൾ ERP സൊല്യൂഷൻസുമായിട്ട് എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് സെവറൽ ആപ്ലിക്കേഷൻസ് ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഫീൽഡിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബേസ്ഡ് കൊമേഴ്സ് ഏരിയയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒറാക്കിളിൽ പറയുന്നത്. തേർഡ് സോഫ്റ്റ്വെയർ ആണ് പീപ്പിൾ സോഫ്റ്റ്. പീപ്പിൾ സോഫ്റ്റിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത്? ഇറ്റ് ഈസ് ദി വൺ ഓഫ് ദി ന്യൂയസ്റ്റ് ERP സോഫ്റ്റ്വെയർ ഫേം സ്റ്റാർട്ടഡ് ഇൻ 1987 ഇൻ കാലിഫോർണിയ. കാലിഫോർണിയയിൽ 1987 സ്റ്റാർട്ട് ചെയ്ത വൺ ഓഫ് ദി ന്യൂയസ്റ്റ് ഏറ്റവും പുതിയൊരു ERP സോഫ്റ്റ്വെയർ ആണ് എന്ത് പറയുന്നത്? പീപ്പിൾ സോഫ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മൊഡ്യൂൾ. അപ്പോൾ പീപ്പിൾസോഫ്റ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലും അതുപോലെ ഫിനാൻഷ്യൽ സർവീസ് മൊഡ്യൂളിലുമാണ്.
ഇറ്റ് ഈസ് ക്വിക്ക്ലി മാനേജ് ടു ഓഫർ അതർ കോർപ്പറേറ്റ് ഫങ്ഷൻസ്. മറ്റു കോർപ്പറേറ്റ് ഫങ്ഷൻസിനും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്വിക്ക്ലി മാനേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് എൻ്റർപ്രൈസ് സൊല്യൂഷൻ ഫ്രം പീപ്പിൾസോഫ്റ്റ് ഇൻക്ലൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾസോഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ERP സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. അതാണ് മാനുഫാക്ചറിങ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സപ്ലൈ ചെയിൻ പ്ലാനിങ്. ഇതൊക്കെയാണ് ERPയിൽ ഒരു പീപ്പിൾസോഫ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ERP മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ERP സോഫ്റ്റ്വെയർ ആണ് ബാൻ ERP. ബാൻ ERPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻ ERP ഫൗണ്ടഡ് ഇൻ 1978 ഇൻ നെതർലാൻഡ്സ്. 1978 നെതർലാൻഡ്സിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബാൻ ERP എന്ന് പറയുന്നത്. ബാൻ സ്റ്റാർട്ടഡ് വിത്ത് ദ എക്സ്പെർട്ടൈസ് ഇൻ സോഫ്റ്റ്വെയർ ഫോർ ദി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ബാൻ ERP പറയുന്നത്. ബാൻ ERP ബിലീവ് ദാറ്റ് ദ ഇൻ്റർനെറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് എനേബിൾ. ബാൻ ERP വിശ്വസിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എനേബിളർ എന്നാണ്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാൻ ERP സോഫ്റ്റ്വെയർ സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മാനുഫാക്ചർ ആൻഡ് കസ്റ്റമേഴ്സ് ക്യാൻ വർക്ക് ടുഗദർ ടു ഡെലിവർ റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് റൈറ്റ് പ്രൈസ്. അപ്പോൾ ബാൻ ERP സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തിൽ അതിൻ്റെ സപ്ലയേഴ്സിനും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും മാനുഫാക്ചേഴ്സിനും കസ്റ്റമേഴ്സിനും ഒരുമിച്ച് വർക്ക് ചെയ്ത് റൈറ്റ് പ്രൊഡക്റ്റ്, ശരിയായ പ്രൊഡക്റ്റ് ശരിയായ പ്രൈസിൽ എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ERP സൊല്യൂഷൻ ബാൻ കവേഴ്സ് ഇൻക്ലൂഡ് ഫിനാൻസ്, പ്രൊക്യൂർമെൻറ്റ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇൻ്റഗ്രേഷൻ എക്സെട്ര. അപ്പോൾ ERP സൊല്യൂഷൻസ് ആയിട്ടുള്ള ഫിനാൻസ്, പ്രൊക്യൂർമെൻറ്റ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻ കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ബാൻസ് ERP സോഫ്റ്റ്വെയർ ഈസ് ബെസ്റ്റ് നോൺ ഇൻ എയറോസ്പേസ്, അതുപോലെ ഓട്ടോമേറ്റീവ്, ഡിഫൻസ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്. അപ്പോൾ ബാൻ ERP സോഫ്റ്റ്വെയർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എയറോസ്പേസ് മേഖലകളിൽ, അതുപോലെ ഓട്ടോമേറ്റീവ് മേഖലകളിൽ, ഈ ഡിഫൻസ് അതുപോലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആണ് വൺ വേർഡ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ് വൺ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ JD എഡ്വാർഡ്സ് ഇൻ 1977. 1977 JD എഡ്വാർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് വൺ വേർഡ്. വൺ വേർഡ് ഈസ് കാപ്പബിൾ ഓഫ് റണ്ണിങ് ഓൺ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. വൺ വേർഡിന് എന്തിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഡാറ്റാ ബേസുകൾ ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് റവല്യൂഷണലൈസ് എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ബൈ ലിബറേറ്റിംഗ് യൂസേഴ്സ് ഫ്രം ഫ്ലെക്സിബിൾ സ്റ്റാറ്റിക് ടെക്നോളജീസ്. അപ്പോൾ ഫ്ലെക്സിബിളും അതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റവല്യൂഷണൽ എൻ്റർപ്രൈസസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് ലിബറേറ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ വൺ വേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ERP മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഫിനാൻസ്, മാനുഫാക്ചറിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓർ ലോജിസ്റ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സസ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ഡാറ്റ വെയർ ഹൗസിങ്, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ്. അപ്പോൾ ഇതൊക്കെ ERP മൊഡ്യൂൾസിൽ അല്ലെങ്കിൽ ERP മൊഡ്യൂൾസ് വൺ വേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ERP മൊഡ്യൂൾസ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പ്രൊഡക്റ്റ് ഈസ് മച്ച് ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു ആക്സസ് സ്മാൾ എൻ്റർപ്രൈസസ്. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വൺ വേർഡ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ERP സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ സ്മാൾ എൻ്റർപ്രൈസസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ദ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് വൺ വേർഡ് വാസ് ലോഞ്ച്ഡ് റീസെൻ്റ്ലി ആസ് വൺ വേർഡ് XE. അപ്പോൾ വൺ വേർഡിൻ്റെ കൂടുതൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ ഇപ്പോൾ റീസെൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വേർഷനെയാണ് വൺ വേർഡ് XE എന്ന് പറയുന്നത്. XE എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റെൻഡഡ് എൻ്റർപ്രൈസ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ERP സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്.